ഒരു സമയത്ത് റൂട്ടിനെ സ്ലെഡ്ജ് ചെയ്യുന്നു, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരെയൊക്കെ സ്ലെഡ്ജ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബോളിംഗ്, സിറാജിന് വിക്കറ്റുകൾ ലഭിച്ചു എന്നത് ശരി തന്നെ, അതിനൊപ്പം പ്രസീദിൻ്റെ ഈ 4 വിക്കറ്റും ആ ഒരു കംബാക്ക്. എങ്കിലും ഞാൻ പറയാം, ഇപ്പോൾ സഞ്ജു സാംസന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യാൻ വിട്ടുപോയൊരു സംഗതിയാണ്. സഞ്ജു സാംസന്റെ കാര്യം പറയാം. സഞ്ജു ഇങ്ങനെ തുടർച്ചയായി ഡക്കായി ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്തും വീണ്ടും വീണ്ടും അദ്ദേഹത്തിൽ വിശ്വാസം പിടിക്കും. മൊത്തം പിന്നെ ഗാലറി മൊത്തം, ഗ്രൗണ്ട് മൊത്തം അദ്ദേഹത്തിന് എതിരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില താരങ്ങളെ അദ്ദേഹം ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് ഫോർമാറ്റിലായാലും 100% ആണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ. ഓരോ ബോളിലും അദ്ദേഹം അഗ്രഷൻ കാണിക്കുന്നുണ്ട്. ആ അഗ്രഷൻ സിറാജിന് എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടല്ലോ, ടീമിന് വേണ്ടിയിട്ടാണ്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പരമ്പരയിലെ 5ാമത്തെ ടെസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ 2-1 പിറകിലാണ്. 5ാമത്തെ ടെസ്റ്റിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിനം ഇന്ത്യൻ ബോളർമാരുടെ ശക്തമായൊരു തിരിച്ചു വരവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിലവിൽ 52 റൺസ് ലീഡുമായി ഇന്ത്യ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ജയേഷ്? എൻ്റെ കൂടെ ജയേഷ് ഉണ്ട്, അതുപോലെ ഹാരിസ് നെന്മാറ, രണ്ടുപേരുണ്ട്. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റിൻ്റെ ഗതി എന്തായിരിക്കും? ഈ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് എംഎസ് സൂചിപ്പിച്ച പോലെ തന്നെ 72 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. യശസ്വി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറിയുമായി, ഒരു ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറിയുമായിട്ടുണ്ട്. ഒപ്പം തന്നെ നൈറ്റ് വാച്ച്മാനായി ആകാശ് ദീപുമാണ് ഉള്ളത്. ഇന്ത്യയുടെ ഇനിയൊരു ശ്രമം എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് മൂഡിൽ തന്നെ കളിച്ചു. ഡിഫൻസീവായ എന്തായാലും വിക്കറ്റുകൾ പോകുന്നറിയാം, പ്രത്യേകിച്ച് ഔട്ട് സ്വിംഗും ഇൻസ്വിംഗും ഒരുപോലെ കിട്ടുന്നുണ്ടാവില്ലേ. അപ്പോൾ ഒരു അറ്റാക്ക് മൂഡിൽ തന്നെ കളിച്ചുകൊണ്ട് ഒരു 300-ന് അടുത്ത് സ്കോർ ചെയ്യാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. അങ്ങനെ ഒരു ടോട്ടൽ ലീഡ് ഒരു 300-ന് മുകളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് എറിഞ്ഞിടാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് അത് നമ്മൾ ആദ്യത്തെ ഇന്നിങ്സിൽ കണ്ടതായിരുന്നു ഇംഗ്ലണ്ട്. കാരണം തുടക്കത്തിൽ നമുക്ക് വലിയ തകർച്ചയായിരുന്നു നേരിട്ടത്. കാരണം 18 പന്തിന്റെ ഗ്യാപ്പിൽ 6 റൺസ് ചേർക്കുന്നതിനിടെ ഇന്ത്യക്ക് അവസാനം 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു വലിയ തകർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു തകർച്ച 2ാം ഇന്നിങ്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചുകൂടി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ബാറ്റർമാർ കളിക്കും. ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ ഒരു പിഴവ് കൃത്യമായിട്ട് മനസ്സിലുണ്ടല്ലോ. കാരണം വളരെ പെട്ടെന്ന് ഒരു ചീട്ടുകൊട്ടാരം പോലെ പൊളിയുക എന്ന് നമ്മൾ ലിറ്ററലി പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യ തകർന്നത് നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ. അപ്പോൾ അതൊരു കരുതലോടെയായിരിക്കും ഇന്ത്യ കളിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 300-ന് മുകളിൽ സ്കോർ എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിനെ വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കി പരമ്പര സമനിലയിലാക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ശ്രമം. കാരണം അതിന് ഇന്ത്യക്ക് അനുകൂല ഘടകം ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസീദും സിറാജും ഫോമിലേക്ക് എത്തി എന്നുള്ളതൊരു വലിയ ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2ാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യൻ ബാറ്റർമാർ ഇതുപോലെ വളരെ കുറഞ്ഞ റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നും അടുത്ത ഈ ഇന്നിങ്സിൽ ഒരു വലിയ സ്കോറുകൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഹാരിസ്? എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇനി പിച്ചിന്റെ സ്വഭാവമൊക്കെ കുറച്ചുകൂടി മാറും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഓവലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നത് അത് സ്പിന്നിന് അകമണിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചാണ് എന്നാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടത്. മൊത്തത്തിൽ ഇംഗ്ലണ്ട് ബോളറിന് സമയത്തും അത് പേസർമാരെ പിന്തുണക്കുന്നത് കണ്ടത്. ഇന്ത്യ എറിഞ്ഞു തുടങ്ങിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയും സിറാജുമാണ് ആദ്യത്തെ, അതായത് ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയ്ക്കകത്ത് പ്രസിദ്ധ് കൃഷ്ണ നിരന്തരം തല്ലുവാങ്ങുന്നു, 6-ന് മുകളിൽ തല്ലുവാങ്ങുന്നു പറഞ്ഞു. പക്ഷേ ഈ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഇക്കോണമി, മികച്ച ഇക്കോണമി പ്രസീദ് മാപ്പ് നൽകൂ മഹാമതി. കാരണം പ്രസീദിനെ നമ്മൾ ഒരുപാട് പറഞ്ഞത്, കാരണം 5 ഇക്കോണമിയുള്ള ബൗളർ ഇപ്പോൾ പ്രസീദ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം വളരെ വലിയ രീതിയിൽ അറ്റാക്കിംഗ് ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. കാരണം ഒരു സമയത്ത് റൂട്ടിനെ സ്ലെഡ്ജ് ചെയ്യുന്നു, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരെയൊക്കെ സ്ലെഡ്ജ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബോളിംഗ്, സിറാജിന് വിക്കറ്റുകൾ ലഭിച്ചു എന്നത് ശരി തന്നെ, അതിനൊപ്പം പ്രസീദിന്റെ ഈ 4 വിക്കറ്റും ആ ഒരു കംബാക്കിനെ കുറിച്ച് എന്ത് പറയുന്നു? പ്രസീദ് കൃഷ്ണയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ മുൻനിര ബാറ്റർമാരിൽ ക്രോളിയുടെ വിക്കറ്റ് മാത്രമാണ് പ്രസീദിന് കിട്ടിയുള്ളത്. ബാക്കിയൊക്കെ വാലറ്റക്കാരുടെ വിക്കറ്റ് ആണെങ്കിൽ പോലും ഈ എക്കോണമി റേറ്റ് പിന്നെ വളരെ നിർണായകമാണ്. എക്കോണമി റേറ്റ് കണ്ടിരുന്നു. അതിലാണ് KL രാഹുലൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ കുമാർ ധർമ്മസേനയോട് പിന്നെ ഇന്ത്യക്കാർ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ഓവലിൽ ചൂട് പിടിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന സമയത്ത് കാണുന്നതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനം. പ്രസീദ് കൃഷ്ണയെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു തിരിച്ചുവരവെന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യമൊക്കെ കളിക്കിറക്കിയ സമയത്തൊക്കെ 6-ന് മേലെ T20 അടുത്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. പത്താനൊക്കെ പറഞ്ഞത് T20 പോലെയാണ് അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ് എന്നാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ 3.9 ആണ്. പിന്നെ സിറാജ് അടക്കമുള്ളവർക്ക് 4-4-ന് മുകളിലുമൊക്കെ എക്കോണമി റേറ്റ് ഉള്ള സമയത്ത് ഇദ്ദേഹത്തിന് 3.9 ഹ്യൂജ് കംബാക്ക്. അതേസമയം ആകാശ് ദീപ് ഇവിടെ പരാജയമായിരുന്നു എന്നുള്ളതാണ്. ആകാശ് ദീപ് ആദ്യം ഈ
ഒരു ബാസ്ബോൾ ശൈലിയിൽ ബാറ്റ് വീശി തുടങ്ങിയവർ സ്വാഭാവികമായിട്ട് ഇതിന്റെ നിർണായക ഘട്ടത്തിൽ കളി മൊത്തം ഇംഗ്ലണ്ടിന്റെ ദിശയിലേക്ക് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ആകാശ്ദീപാണെന്നാണ്. ആകാശ്ദീപിന്റെ ആദ്യത്തെ 10 ഓവറുകളിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 ഓവറിൽ 3 ബൗണ്ടറി വെച്ചിട്ട് 2 ഓവറിൽ തുടർച്ചയായി കൊടുത്തിട്ടുണ്ടെന്നാണ്. അതെ അതെ മാത്രമല്ല അവർക്ക് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഏകദേശം തുടക്കത്തിൽ ആദ്യത്തെ ഒരു 12-13 ഓവർ വരെ 7-ന് മുകളിലായിരുന്നു. 12ാമത്തെ ഓവറിലേക്ക് 7.7 ആയിരുന്നു അവരുടെ T20 സ്റ്റൈൽ തന്നെയാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് റൺസ് വഴങ്ങുന്നതിൽ നമുക്ക് വലിയ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പക്ഷേ സിറാജിന് പോലും ആ സമയത്ത് ലെങ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ 4 ഓവറിൽ സിറാജ് 31 റൺസ് വഴങ്ങിയത്. അപ്പോൾ ഈ പ്രസീദ് കൃഷ്ണയെ വീണ്ടും അവസരം നൽകി, അദ്ദേഹം മികച്ച കംബാക്ക് നടത്തുകയുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനം അർഷദീപ് സിംഗിനെ പോലുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളറെ ഈ പരമ്പരയിൽ ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. പ്രസീദിനാണെങ്കിൽ ഒരുപാട് തല്ലുകൊണ്ടു. എന്നിട്ടും ഈ ടെസ്റ്റ് പരമ്പരയിൽ ഒരു കംബാക്കിന് അവസരം ഗൗതം ഗംഭീർ എന്ന കോച്ച് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എന്ത് പറയുന്നത്, എങ്ങനെയാണ് ആ ഡിസിഷൻ? ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് പിന്നെ അദ്ദേഹം നിരന്തരം പരാജയപ്പെടുന്ന മനുഷ്യർക്ക് പിന്നെ വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് സാധാരണ നമ്മൾ അങ്ങനെ ഒരുപാടുണ്ട് എങ്കിലും ഞാൻ പറയാം. സഞ്ജു സാംസന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യാൻ വിട്ടുപോയൊരു സംഗതിയാണ്. സഞ്ജു സാംസന്റെ കാര്യം പറയാം. സഞ്ജു ഇങ്ങനെ തുടർച്ചയായി ഡക്കായി ഇങ്ങനെ പുറത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്തും വീണ്ടും വീണ്ടും അദ്ദേഹത്തിൽ വിശ്വാസം മൊത്തം പിന്നെ ഗാലറി മൊത്തം ഗ്രൗണ്ട് മൊത്തം അദ്ദേഹത്തിന് എതിരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില താരങ്ങളെ അദ്ദേഹം ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായിരിക്കണം ചിലപ്പോൾ പ്രസീദ് കൃഷ്ണന്റെ കാര്യം എടുത്താൽ പോലും. പ്രസീദ് കൃഷ്ണ ഈ പരമ്പരയിൽ തന്നെ കരുണാകരനിലേക്ക് വരുമ്പോൾ പക്ഷെ അതേസമയം 5ാം നിർണായകമായ ഒരു മത്സരത്തിലായിട്ട് പോലും കരുണിനെ വിശ്വാസത്തിലെടുത്തു, ടീമിലെടുത്തു. കരുൺ 50 നേടിയ സായി സുദർശനും കരുണാകരനെ പോലെ ആളുകളെ കൊടുത്ത് നമ്മൾ എടുത്തു പറയുന്ന സമയത്ത് അവർ ഈ ചിലപ്പോൾ ഇന്ത്യൻ ജേഴ്സിയിൽ വിദേശ പിച്ചുകളിൽ ചിലപ്പോൾ അവർക്ക് ആദ്യത്തെ അനുഭവങ്ങളായിരിക്കാം ഇത്. കരുണാകർക്ക് പിന്നെയും കൗണ്ടിയിലൊക്കെ കളിച്ച് പരിചയമുണ്ട് എന്നെങ്കിലും പറയാം. സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പുതിയൊരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ പിച്ചുകളിൽ ആദ്യമായി കളിക്കുന്നു. ഇതൊക്കെ പറയുന്ന സമയത്തും അദ്ദേഹം യങ്സ്റ്റേഴ്സിനെ തല്ലുകൊണ്ടു എന്ന് പറയുന്ന സമയത്തും പിന്നെ മോശം ഫോമിലായി എന്ന് പറയുന്ന സമയത്തും ബാക്കപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമല്ലോ. അതിലൊക്കെ നമുക്ക് ഗംഭീർ വലിയ മാതൃക പറയാൻ സാധിക്കും. ഗംഭീർ പ്രസിദ്ധിനെ ബാക്കപ്പ് ചെയ്തിടത്തോളം പ്രസിഡിന്റെ ഈ ഫസ്റ്റ് ഇന്നിംഗ്സിലെ ബൗളിംഗ് പ്രകടനത്തിൽ വലിയൊരു ഘടകമായിട്ടുള്ളത് അതിന് ഒരു വിത്തുവായി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിറാജിനൊപ്പമുള്ള ഒരു കൂട്ടുകെട്ട്. കാരണം ഫസ്റ്റ് ഇന്നിംഗ്സിൽ സിറാജ് തല്ലു വാങ്ങിയിരുന്നെങ്കിൽ പോലും സെക്കൻഡ് സ്പെല്ലിൽ മികച്ച രീതിയിലാണ് സിറാജിന്റെ ഒരു തിരിച്ചുവരവ്. കാരണം സിറാജിന്റെ പ്രധാനപ്പെട്ട വിക്കറ്റുകൾ റൂട്ടിന്റെയും പോപ്പിന്റെയും ആ 3 LBW അത് ഭയങ്കര ബേത്തലിന്റെയും റിവ്യൂനും പോയി, അതിൽ നമ്മൾ വിജയിച്ചു. അപ്പോ അത്തരത്തിൽ അൺപ്ലേബിൾ സാധനം തന്നെയായിരുന്നു അത്. പിന്നെ മാത്രമല്ല സിറാജിനെ നമുക്കറിയാം, സിറാജ് ഒരു ഇപ്പോ ബുംറ അടക്കമുള്ളവർ വർക്ക് ലോഡിന്റെ പേര് പറഞ്ഞ് പല പ്ലേയേഴ്സിനെ മാറ്റി നിർത്തുമ്പോൾ ഇപ്പോ ബോർഡർ ഗവാസ്കർ പരമ്പരയിലായിക്കോട്ടെ, ഈ തെണ്ടുൽക്കർ ആൻഡേഴ്സൺ പരമ്പരയിലായിക്കോട്ടെ 150-ന് മുകളിൽ ഓവർ അദ്ദേഹം എറിയുന്നുണ്ട്. എറിഞ്ഞു നിരന്തരം. അതായത് ഒരു മത്സരത്തിൽ പോലും സിറാജിന് വിശ്രമം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം ഏത് ഫോർമാറ്റിലായാലും 100% ആണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ. ഓരോ ബോളിലും അദ്ദേഹം അഗ്രഷൻ കാണിക്കുന്നുണ്ട്. ആ അഗ്രഷൻ സിറാജിന് എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടല്ലോ, ടീമിന് വേണ്ടിയിട്ടാണ്, ടീം ഇന്ത്യക്ക് വേണ്ടി. അതുകൊണ്ടാണ് മുൻ ഇംഗ്ലീഷ് നായകനായിട്ടുള്ള കെവിൻ പീറ്റേഴ്സൺ ഒരു ക്യാപ്റ്റന്റെ ഡ്രീം, അതായത് ഒരു ക്യാപ്റ്റന്റെ ഡ്രീമാണ് സിറാജിനെ പോലുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. കാരണം സിറാജിന്റെ ഒരു വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഒരുപാടാണ്. നമ്മൾ ബുംറയ്ക്ക് കൃത്യമായ വിശ്രമം നൽകുന്നു. 3 മത്സരങ്ങൾ മാത്രമാണ് ബുംറ കളിച്ചിട്ടുള്ളത്. സിറാജ് പക്ഷെ വിശ്രമമില്ലാതെ എല്ലാ ഫോർമാറ്റിലും IPL-ലും എല്ലാത്തിലും ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നുള്ളത് സിറാജിന് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ സിറാജിനെ ഇന്ത്യ പുറത്തിരുത്തിയിരുന്നു. ആ സമയത്ത് പോലും സിറാജിന് കളിക്കണം എന്നുള്ള ആഗ്രഹം. അതിനുശേഷം അദ്ദേഹത്തിന് ചില വെളിപ്പെടുത്തിയിട്ടുള്ള എന്നെയും കൂടി കൂട്ടാമായിരുന്നു. ഇതില് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ബുംറക്ക് അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷനും അദ്ദേഹത്തിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടൊരു സംഗതിയല്ല. ബുംറക്ക് ബോളർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത്. അവിടെ നമുക്ക് മറ്റ് ബാക്കപ്പ് ഓപ്ഷനുകളില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ ജയിക്കില്ലേ എന്ന്. നേരെ ഇംഗ്ലണ്ട് സീരീസിലേക്ക് വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്ജ് മാസ്റ്റനിൽ ബുംറ ഇല്ലാതെയാണ് നമ്മൾ ജയിക്കുന്നത്. ഓവലിൽ നമ്മൾ ഇപ്പോൾ ജയത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സീരീസിലും അത്തരത്തിൽ നമ്മൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ബുംറ ഇല്ലാതെ. ബുംറയെ നമ്മളിങ്ങനെ എഴുതിത്തള്ളുകയല്ല, ബുംറ ഇല്ലാത്തതുകൊണ്ട് ജയിക്കുകയാണെന്നല്ല. അത് നമുക്കൊരു പോസിറ്റീവ് സൈഡാ. ബുംറ ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്കൊരു പോസിറ്റീവ് സൈഡ്. ആ സമയത്ത് നമ്മൾ വായിച്ചൊരു രസകരമായ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത്
ബുംറ ഉള്ളപ്പോൾ സിറാജ് ബുംറയിൽ വിശ്വസിക്കുന്നു, ബുംറ ഇല്ലാത്തപ്പോൾ സിറാജിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് ബുംറ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു തന്റെ ഷോൾഡർ എന്താ പറയുക കേറിക്കോളൂ ആ ഒരു ലൈനിൽ ചുമലിലേറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മളത് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബുംറ ഇല്ലാത്ത മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അൺപ്ലേയബിൾ പന്തുകളായിരുന്നു, 3 പന്തുകളും ആ റൂട്ടിന് ഔട്ടാക്കിയ പന്താണ്, ഉള്ളിലേക്ക് വന്ന ആ പന്ത്. റൂട്ട് ശരിക്കും അത് റിവ്യൂ കൊടുക്കരുതായിരുന്നു, കാരണം ബേത്തലിന്റെ പിന്നെ അമ്പയർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ സിറാജ് ആഘോഷം തുടങ്ങി. ബേത്തൽ റിവ്യൂവിന് പോയില്ല, ബേത്തൽ റിവ്യൂവിന് പോകാതെ നേരെ തിരിഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. സിറാജിന്റെ കാര്യം പറയുള്ളൂ, അദ്ദേഹം ചെറിയ കാര്യമാണ് ഗ്രഹാം തോർപ്പിന് ആദരം അത്തരത്തിൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കമ്മിറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതോടൊപ്പം തന്നെ നല്ല ജസ്റ്ററുകളെല്ലാം ഇപ്പോഴും കാണിക്കുന്ന ഒരു താരമാണ് മുഹമ്മദ് സിറാജ്. ഇന്ത്യൻ താരങ്ങളിൽ ഇംഗ്ലീഷ് താരങ്ങൾ എല്ലാവരും ആ ഒരു ഹെഡ് ബാൻഡ്, വെള്ള ഹെഡ് ബാൻഡ് അണിഞ്ഞു വന്നപ്പോൾ ഇന്ത്യൻ താരങ്ങളിൽ സിറാജാണ് അത് അണിഞ്ഞൊരു ആദരം കാണിച്ചത്. സമയത്ത് വിക്കറ്റ് നേടിയപ്പോൾ നമ്പർ 20 സെലിബ്രേഷൻ അദ്ദേഹം കാണിച്ചു. സിറാജിനെ അതുകൊണ്ടാണ് ആളുകൾ ടീമിലെ ഒരു മിയാൻ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുപോലുള്ള ജസ്റ്ററാണ്. ഇപ്പം ഗ്രഹാം തോർപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ബാൻഡ് കെട്ടുന്നു, ജോട്ടെ അനുസ്മരിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വന്നൊരു വരവും അങ്ങനെയാണ്. അദ്ദേഹം മുഹമ്മദ് ഗൗസ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം എനിക്കൊന്ന് ഓസ്ട്രേലിയൻ സീരീസിലാണ്. അത് കഴിഞ്ഞ് വന്ന് പൂക്കളുമായിട്ട് ഉപ്പയുടെ ഗബറിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പടം വല്ലാത്ത പരമ്പരക്കിടയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നില്ല. എന്നിട്ട് ചോദിക്കുമ്പോ പറയുന്നത് എന്റെ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു, അത് ഞാൻ മുറിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു സിറാജ് ഭയങ്കര ഇമോഷണൽ പ്ലെയർ. അതെ, ടീമിലെ മറ്റ് താരങ്ങളുമായിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ജസ്പ്രീത് ബുംറയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ജസ്പ്രീത് ബുംറ ഓവലിൽ കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജസി ഭായ് നിങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ്, ഞാൻ 5 വിക്കറ്റ് നേടിയതിനു ശേഷം ആരെയാണ് ഞാൻ വന്ന് ഹഗ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് രാവിലെ എല്ലാവരുടെ നേട്ടത്തിൽ ഇപ്പോ അദ്ദേഹം ഡഗൌട്ടിലാണെങ്കിലും അല്ല ഗ്രൗണ്ടിലാണെങ്കിലും എല്ലാവരുടെ നേട്ടത്തിലും ഭയങ്കര മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു കംപ്ലീറ്റ് ടീമാനാണ് അദ്ദേഹം. വിരാട് കോഹ്ലി ഉള്ള കാലത്ത് വിരാട് കോഹ്ലിയും സിറാജും തമ്മിൽ കോംബോ, അതൊരു ഹിറ്റ് കോംബോ. വിരാട് കോഹ്ലി ഒരു സമയത്ത് 2018-ലോ 19-ലോ ആണെന്ന് തോന്നുന്നു സിറാജിന്റെ വീട്ടില് അപ്രതീക്ഷിതമായി ചെന്നു, അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ആ സമയത്ത് RCB-ലുള്ള കാലത്ത്. അപ്പോ സിറാജിന്റെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. സിറാജ് IPL ടീം മാറി RCB-ക്കെതിരെ വിരാടിനെതിരെ ഫസ്റ്റ് പന്തറിയാൻ വന്നപ്പോൾ രണ്ടാമത് എറിഞ്ഞു വന്നു. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഇമോഷണൽ മനുഷ്യനാണ്. ഭയങ്കര അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും അദ്ദേഹത്തോട് കുറച്ചധികം ഇഷ്ടം തോന്നുന്നതും. ഇതിൽ നമ്മൾ കരുണാകരനെ കുറിച്ച് അധികം ഒന്നും പറയില്ല, കരുണാകരനെ കുറിച്ച് കുറച്ചുകൂടി അധികം പറയേണ്ടതുണ്ട് തോന്നുന്നു. ശരിക്കും അതൊരു വലിയൊരു കംബാക്ക് തന്നെയാണ്. കംബാക്ക് എന്ന് പറയുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ അടിച്ചൊരു മനുഷ്യൻ, വീരേന്ദ്ര സെവാഗിന് ശേഷം ട്രിപ്പിൾ അടിച്ചൊരു മനുഷ്യൻ 7 വർഷം അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നു. ആ സമയത്ത് ഫോം ഔട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ആ സമയത്ത് ഡിയർ ക്രിക്കറ്റ് പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതാ ഈ ഒരു പരമ്പരയിൽ ആദ്യ മത്സരങ്ങളൊന്നും നിരാശ പ്രകടനമായിരുന്നു. പിന്നെ ഒരു 50യുമായി രംഗത്തെത്തുന്നു. ആ കർണാടക രഞ്ജി ട്രോഫി ടീമിലേക്കുള്ള സെലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ മെസ്സേജ് എടുത്തത്. അദ്ദേഹത്തിന്റെ പിന്നെ ഭാര്യയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. പിന്നെ അപ്പോഴാണ് രഞ്ജി ടീം തിരയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം വൈകാരികമായ പോസ്റ്റ് എടുത്തത്. പിന്നെയാണ് കൗണ്ടിയിലൊക്കെ പോകുന്നത്, നോട്ടാംപ്ടൺഷയറിന് വേണ്ടി കളിക്കുന്നു. പക്ഷെ അപ്പോഴും ഇന്ത്യൻ ജേഴ്സിയിൽ തിരിച്ചെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തിന്. പിന്നെയാണ് വിദർഭയിലേക്ക് വരുന്നു, IPL കിരീടം ചൂടുന്നതിൽ നിർണായകമായ പങ്കുവച്ച താരമാണ്. IPL ഉൾപ്പെടെ സെഞ്ചുറി നേടി വലിയൊരു പ്രകടനം നടത്തിയ താരമാണ് കരുണാകരന്റെ ആ ഒരു കംബാക്ക്. അതായത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വളരെ നല്ല ഫോമിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പം തിരിച്ചു വന്നിട്ട് ആദ്യ മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച ടച്ചിൽ തന്നെയായിരുന്നു കളിച്ചത്. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു ഫോം ഔട്ട് ആയ ബാറ്റ്സ്മാന്റെ ഫുട് വർക്ക് ആദ്യത്തെ കളി മാത്രം ഒരു 0 ആയിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള മത്സരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ടെക്നിക്സ് ഗംഭീരമായിരുന്നു. ടെക്നിക്സിന്റെ രീതിയിലും അദ്ദേഹം ഷോട്ട് ഉതിർത്ത രീതിയിലും കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഷോട്ടുകളിൽ ചിലത് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. ചില കവർ ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ വരുന്ന സമയത്ത് ഇപ്പൊ ഇന്ത്യക്ക് കുറച്ചുകൂടി അനുകൂലമായ പിന്നെ അവസ്ഥ വരുന്നത് ഓൾറെഡി അവർക്ക് ബെൻ സ്റ്റോക്സ് ഇല്ല, ആർച്ചർ ഇല്ല, ഇപ്പൊ പിന്നെ ബോക്സ് കൂടി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഇന്നിംഗ്സിൽ എത്തുന്ന സമയത്ത് ഇന്ത്യയിൽ 300 അടിച്ചിടുന്നു. പിന്നെ അവർ 300 അടിച്ചിടണം, അതാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഭീഷണികളെ മറികടന്നു. അതെ, നമ്മള് വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ഉയർത്തി 300-നടുത്ത് നമുക്ക് ലീഡ് അവസാന ദിവസം അവരെ ഓൾ ഔട്ട് ആക്കുക. വേറൊരു കൗതുകരമായ സാധനം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
ഈ 5 മത്സര പരമ്പരയിലെ ഈ മത്സരം മാത്രമായിരിക്കും എല്ലാ സെഷനിലേക്കും പോവാതെ തീരുന്നൊരു മത്സരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ ദിവസത്തിൽ തന്നെ ഏറെക്കുറെ നാളെത്തോടുകൂടി എന്തായാലും 4 ദിവസം ആകുമ്പോഴേക്ക് മത്സരം തീരും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേതെല്ലാം 5 ദിവസം 15 സെഷൻ ഫുള്ള് കളിച്ചിട്ടുണ്ട് എല്ലാ ടെസ്റ്റും. മാത്രമല്ല ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് മികച്ച രീതിയിൽ നമുക്കറിയാം. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് ഓൾ ഔട്ട് ആവുന്നു. ഇംഗ്ലണ്ടും ആദ്യത്തെ അവരുടെ ഒരു കുതിപ്പ് നോക്കുമ്പോൾ ഫസ്റ്റ് 11 ഓവറിൽ തന്നെ 70 റൺ അടിക്കുന്നു. 100 റൺസിന്റെ 109-1 നിന്നാണ് 247 പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ 75-ന് 2 എന്ന നിലയിലാണ്. പക്ഷേ അതിൽ 50 ആയിട്ട് യശസ്വി ജയ്സ്വാൾ ഉണ്ട്. പക്ഷേ ജയ്സ്വാൾ 3 ക്യാച്ച് അദ്ദേഹത്തിന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ട് ബോളർമാർ. അതായത് ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് മോശമായിരുന്നില്ല. ഇംഗ്ലണ്ടിന്റെ ഫീൽഡർമാരാണ് കഴിഞ്ഞ ദിവസം അവർ കൃത്യമായ ക്യാച്ചുകളൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു 2-3 വിക്കറ്റുകളെങ്കിലും വീണേനെ. അപ്പം ഈ ദിവസം ബാറ്റർമാരുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് ബോളിങ്ങിനെ നമ്മൾ എപ്പോഴും ഭയപ്പെടുന്ന ബോളിംഗ് നിരയാണ്. അപ്പൊ എന്തായിരിക്കും അപ്പോൾ ഒരു എന്റെ ഒരു പ്രഡിക്ഷൻ നിലയ്ക്ക് ഇന്ത്യയുടെ കഴിഞ്ഞ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ജയിക്കാമെന്ന ഘട്ടത്തിൽ അവസാന ദിവസം കളിമറക്കുന്ന കാഴ്ചയാണ് ആദ്യ ടെസ്റ്റിലും അതുപോലെ ഇന്ത്യ തോറ്റ അടുത്ത ടെസ്റ്റിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പം അവസാനത്തെ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇന്ത്യ അവരുടെ ബാലപാഠങ്ങളൊന്നും മറക്കാതെ കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് ജയിക്കാൻ പറ്റും. പക്ഷേ ചരിത്രം അങ്ങനെയല്ല. കഴിഞ്ഞ ഈ ഒരു പരമ്പരയിലെ മറ്റു മത്സരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇന്ത്യൻ ബാറ്റർമാർ ഏത് സമയത്തും ഇംഗ്ലണ്ട് ബോളർമാർ അവരുടെ ഇംഗ്ലീഷ് കണ്ടീഷനാണ്, അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു പിച്ചും മറ്റുമൊക്കെ അറിയാം. അപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ ഈ ദിവസം കുറച്ചുകൂടി യശസ്വി ജയ്സ്വാളിൽ നിന്നും ഒരു വലിയൊരു ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശുഭ്മാൻ ഗില്ലിൽ നിന്നും നല്ലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നു. കരുൺ നായരിൽ നിന്നൊക്കെ ഇവരുടെ ഈ 3 ബാറ്റർമാർ കരുൺ, ശുഭ്മാൻ, യശസ്വി ജയ്സ്വാൾ ഇവരായിരിക്കും ഈ മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കാൻ സാധ്യതയുള്ള ബാറ്റർമാർ. ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും വളരെ ആവേശകരമായ രീതിയിൽ തന്നെ പരമ്പരയിലെ അവസാന മത്സരം പുരോഗമിക്കുകയാണ്. നമ്മൾ വീണ്ടും വിശകലനങ്ങളും വിലയിരുത്തലുകളുമായിട്ട് വീണ്ടും നമ്മൾ ചേരുന്നതാണ്. വീണ്ടും നമ്മൾ സന്ധിക്കും. ഓക്കെ, പ്രിയ പ്രേക്ഷകർ നമുക്ക് കൂടെ തന്നെ ഉണ്ടാവുക, തുടരുക. താങ്ക് യു.